നമസ്കാരം. ദേശീയ രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധി വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ്. രാഹുലിന്റെ പേരിൽ നാട്ടിലെ ജനങ്ങളെല്ലാം കോൺഗ്രസിനൊപ്പം അണിനിരന്നോളും എന്ന മോഹം വെറുതെയായ കാലമാണല്ലോ. ദില്ലി തെരഞ്ഞെടുപ്പോടെ ആരാണ് യഥാർത്ഥ ഉത്തരവാദി എന്ന ചോദ്യമാണ് രാഹുലിലേക്ക് എത്തിച്ചത്. എല്ലാം ഒരു കെജ്രിവാളിലും ആം ആദ്മിയിലും ചാരിവയ്ക്കാൻ രാഹുലിന് കഴിയുമോ? ഇങ്ങനെ ഓടി രക്ഷപ്പെട്ടതുകൊണ്ടൊന്നും കാര്യമില്ല. രാഹുൽ എന്ന വ്യക്തിത്വത്തിനപ്പുറം ജനം എന്ന ഒരു സംഗതിയെക്കുറിച്ച് ഓർക്കാതെ രക്ഷയേയില്ല സർ. ഈ ഓർമ്മപ്പെടുത്തലോടെ ഇന്നത്തെ ഡെമോക്രസി തുടങ്ങുകയാണ്. എല്ലാവർക്കും സ്വാഗതം. ഉമ്മൻചാണ്ടിയെ രാജിവെപ്പിക്കാൻ ഇടതുമുന്നണി നടത്തുന്ന ക്ലിഫ് ഹൗസ് ഉപരോധം നിർണായക വഴിത്തിരിവിലെത്തി. സന്ധ്യ എന്ന വീട്ടമ്മയുടെ എതിർപ്പിനെ അതിധീരമായി തോൽപ്പിക്കുന്ന ഗംഭീര പ്രകടനമാണ് വീട്ടമ്മമാരെ തന്നെ അണിനിരത്തിക്കൊണ്ട് ഇന്ന് നടത്തിയത്. വലതുപക്ഷ മാധ്യമങ്ങളും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരും ഒരു സന്ധ്യയും ചേർന്നാൽ തങ്ങളെ പിന്തിരിപ്പിക്കാൻ കഴിയില്ല എന്ന് മുന്നണി പ്രഖ്യാപിച്ചു. സന്ധ്യ എന്ന വീട്ടമ്മയെ മുൻനിർത്തി ചില കുബുദ്ധികൾ നടത്തിയ കലാപരിപാടികളാണ് വീട്ടമ്മമാരുടെ സമരത്തിലേക്ക് മുന്നണിയെ എത്തിച്ചത്. എന്താണോ തീരുമാനിക്കുക, എന്ത് തീരുമാനിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഞങ്ങളെ തീരുമാനിപ്പിക്കാൻ നിങ്ങൾ നിർബന്ധിക്കരുത്. തീരുമാനിക്കാനുള്ള അവകാശം ഞങ്ങൾക്ക് വിട്ടുതരിക. നിങ്ങൾക്ക് ബാക്കിലോട്ട് നീക്കി വെച്ചാൽ വേറെ എന്തെങ്കിലും തടസ്സമുണ്ടോ? നാട്ടുകാരെ കൊണ്ട് എന്തിനാണ് ഞങ്ങൾ ചീത്ത വിളിപ്പിക്കുന്നത്? നിങ്ങൾക്ക് അങ്ങനെ ഇൻസ്ട്രക്ഷൻ ഉണ്ടോ? ഞങ്ങൾ എന്ത് തീരുമാനിക്കണമെന്ന് ഞങ്ങൾ നിശ്ചയിക്കും. തീരുമാനിക്കുന്നത് നടപ്പിലാക്കും. നിങ്ങൾ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിൽ കണ്ടതാണ്. സെക്രട്ടേറിയറ്റ് ഉപരോധത്തിൽ കണ്ടതാണ്. എന്താ തീരുമാനിക്കുക? ആ തീരുമാനിക്കാൻ നടപ്പിലാക്കും. തീരുമാനിക്കുന്നതേ നടപ്പിലാക്കും. തീരുമാനിക്കുന്നതിനപ്പുറം ആര് പറഞ്ഞാലും നടപ്പിലാക്കുകയില്ല. അറിയോ ചോട്ടാരാജനറിയോ ഈ ധാരാവി കേട്ടിട്ടുണ്ടോ? നീ ഊച്ചാളി ഊച്ചാളിന്ന് കേട്ടിട്ടുണ്ടോ? പാരട്ടെ നിന്റെ ധാരാവി എനിക്ക് ഇതാടാ ഇത്. നീ ഇതുവരെ കണ്ട എന്റെ മുഖം ഉണ്ടല്ലോ, അത് ഡീസന്റ് മുഖം. എന്നെ തറയാക്കലട മോനെ. ഒരു വീട്ടമ്മയല്ലോ, ലക്ഷക്കണക്കിന് വീട്ടമ്മമാര് ഈ നമ്മുടെ സമൂഹത്തിൽ നിരവധി പ്രശ്നങ്ങൾ അനുഭവിക്കുന്നില്ല. നമ്മുടെ വിലക്കയറ്റം കൊണ്ട് വീട്ടമ്മമാർ ബുദ്ധിമുട്ടുന്നു. ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യമുണ്ട്. വളരെ പ്രയാസകരമായിട്ടുള്ള അന്തരീക്ഷം. ഇങ്ങനെയുള്ളൊരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഈ പ്രക്ഷോഭങ്ങൾ നടക്കുന്നത്. ആ പ്രക്ഷോഭങ്ങളുടെ ഇടയിൽ വീട്ടമ്മമാരും അവരുടെ മുദ്രാവാക്യവുമായിട്ട് വരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് തന്നെയാണ് ഡിമാൻഡ്. ഇതിനോടൊപ്പം അവരുടെ പ്രശ്നങ്ങൾ കൂടി ഉണ്ടാവും. നിങ്ങൾ ചെയ്തോ, അതെല്ലാം നിങ്ങൾ ചെയ്തോ. നിങ്ങൾ നാട്ടുകാരെ കൊണ്ട് ഞങ്ങളെ ചീത്ത വിളിപ്പിക്കരുത്. ദയവ് ചെയ്യുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ക്ലിഫ് ഹൗസ് റോഡ് ഉപരോധിക്കുകയാണ്. ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നത്. ഈ റോഡ് ആ സ്ത്രീ വന്നൊന്ന് ചീത്ത വിളിച്ച് നിങ്ങൾ കേട്ടതാണ്. മാധ്യമങ്ങളെല്ലാം നല്ല നന്നായിട്ടൊന്ന് പകർത്തിയിട്ടുണ്ട്. അവർക്കും നല്ല സന്തോഷമായിരിക്കും. വിഷ്വൽ ഇഫക്റ്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനൊന്നും ഞങ്ങൾ തയ്യാറില്ല. ഞങ്ങളുടെ LDFന്റെ കമ്മിറ്റിയുണ്ട്. കമ്മിറ്റി യുക്തമായിട്ടുള്ള തീരുമാനങ്ങൾ ഓരോ ഘട്ടത്തിലും എടുക്കും. പിന്നെ ഞാൻ എന്റെ വീട്ടിൽ കിടക്കണം. അങ്ങനെയൊന്നും അതിലൊന്നൊരു കാര്യമല്ല. നിങ്ങൾക്കറിയാലോ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അതിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ കക്ഷികൾക്കും ഈ രാജ്യത്ത് നല്ല ബഹുജന സ്വാധീനമുണ്ട്. എത്ര അടിച്ചമർത്താൻ ശ്രമിച്ചാലും അങ്ങ് തകരുന്ന പ്രസ്ഥാനമാണെന്നൊന്നും കരുതരുത്. പോലീസ് അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അറസ്റ്റിന് വഴങ്ങുക. അത് നമ്മുടെ തീരുമാനമാണ്. അറസ്റ്റ് വഴങ്ങുക. അവിടെ നിന്ന് അറസ്റ്റ് ചെയ്താൽ മതി. ആദ്യം MLA അറസ്റ്റ് വരിക്കും. MLA അറസ്റ്റ് വരുന്നതിന് ശേഷം മറ്റു സഖാക്കൾ അറസ്റ്റ് ചെയ്യും. കള്ളക്കേസുകൾ എടുക്കാൻ ആ കള്ളക്കേസുകളെല്ലാം നേരിട്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. കോഴിമോഷണ കേസ് എടുത്തിട്ടുണ്ട്, വാഴവെട്ട് കേസ് എടുത്തിട്ടുണ്ട്, അതിര് തർക്കത്തിന്റെ കേസ് എടുത്തിട്ടുണ്ട്. അതിനെല്ലാം നേരിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്ന സംശയമില്ല. ഞങ്ങൾ റൈറ്റ് കാസിന് വേണ്ടി നിൽക്കുന്നവരാണ്. ഏറ്റവും ശരിയായിട്ടുള്ള
ഉദ്ദേശവും അതിന്റെ ശരിയായിട്ടുള്ള മുദ്രാവാക്യം എടുത്ത് നിൽക്കുന്നവരാണ്. അതുകൊണ്ട് ആ മുദ്രാവാക്യത്തൊന്നും നേരിടാനൊന്നും ആർക്കും കഴിയില്ല. അതുകൊണ്ട് പറഞ്ഞ അവർക്ക് ഒരു വാഹനം പോകാനുള്ള സംഗതി ആ സ്ഥലം വിട്ടിട്ട് ബാക്കി ചെയ്യാൻ ഇനി ആ ഏരിയയിലേക്കില്ല. കോംപ്ലിമെന്റ്സ് എന്തോ എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കി. എന്ത് എല്ലാം ഒത്തുതീർപ്പാക്കിയെന്ന്. സന്ധ്യയെ പോലുള്ള വീട്ടമ്മമാർ വഴി തുറന്നു കൊടുത്തതോടെ കോംപ്രമൈസ് ആയി കാണും. സെക്രട്ടേറിയറ്റ് ഉപരോധത്തിലെ കോംപ്രമൈസ് ഉണ്ടാക്കിയ നാണക്കേടിന് പിന്നാലെയായിരുന്നു സന്ധ്യയുടെ കലാപരിപാടി. അവർ സ്വാർത്ഥലാഭം മാത്രം ഉള്ളിൽ കൊണ്ടു നടക്കുന്ന അരാഷ്ട്രീയവാദികളാണല്ലോ. ഇക്കാര്യത്തിൽ അമ്മമാരെ അണിനിരത്തിയുള്ള പ്രതിരോധം, അതാണ് ക്ലിഫ് ഹൗസിന് മുന്നിൽ നടക്കുന്നത്. പങ്കാളിത്തത്തെക്കുറിച്ച് സംശയമുള്ളവർക്ക് സ്ഥലത്തെത്തി തലയെണ്ണി നോക്കാനും പാർട്ടി സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. വേണമെങ്കിൽ എണ്ണുന്നതിന് തടസ്സമൊന്നും ഉണ്ടാവില്ല. എത്ര പേര് പങ്കെടുക്കും എന്നുള്ളത് എണ്ണുക. ഞാൻ എന്റെ സുഹൃത്തിനെ ഈ 19-ാം തീയതി രാവിലെ എണ്ണം വിളിക്കുകയാണ്. ഒരു 4-5 പേരെ നിർത്തി എണ്ണിക്കുക എത്ര പേരുണ്ടെന്ന് അറിയാം. അങ്ങനെയൊന്നും അതിലൊന്നൊരു കാര്യമല്ല. നിങ്ങൾക്കറിയാലോ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അതിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ കക്ഷികൾക്കും ഈ രാജ്യത്ത് നല്ല ബഹുജന സ്വാധീനമുണ്ട്. എത്ര അടിച്ചമർത്താൻ ശ്രമിച്ചാലും അങ്ങ് തകരുന്ന പ്രസ്ഥാനമാണെന്നൊന്നും കരുതരുത്. കള്ളക്കേസുകൾ എടുക്കാൻ ആ കള്ളക്കേസുകളെല്ലാം നേരിട്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. കോഴിമോഷണ കേസ് എടുത്തിട്ടുണ്ട്, വാഴവെട്ട് കേസ് എടുത്തിട്ടുണ്ട്, അതിര് തർക്കത്തിന്റെ കേസ് എടുത്തിട്ടുണ്ട്. അതിനെല്ലാം നേരിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും, സംശയമില്ല. എന്തൊക്കെ കേസുകളാണ്? അതൊന്നും വകവയ്ക്കാതെയുള്ള വീട്ടമ്മമാരുടെ മുന്നേറ്റമാണ് ക്ലിഫ് ഹൗസിന് മുന്നിൽ നടന്നത്. വനിതാ സഖാക്കൾ സന്ധ്യ എന്ന വീട്ടമ്മയുടെ നിലപാടിൽ ആത്മരോഷം പൂണ്ടു. ഇവിടെ നിൽക്കുന്ന ഈ സൈഡിൽ നിൽക്കുന്നവരെല്ലാം അവിടെ ഇരിക്കുക. എല്ലാവരും ഇരുന്നേ പറ്റൂ. ഈ സൈഡിൽ നിൽക്കുന്നവരെല്ലാവരും, ഇവിടെ നിൽക്കുന്നവരെല്ലാവരും അവിടെ ഇരിക്കാൻ അഭ്യർത്ഥിക്കുകയാണ്. അവിടെ തന്നെ ഇരിക്കുക. സഞ്ചാര സ്വാതന്ത്ര്യം തന്നെയാണ് പ്രധാന വിഷയം. അത് പാർട്ടിയുടെയോ നാട്ടുകാരുടെയോ എന്ന കാര്യത്തിൽ നേരത്തെ തർക്കമുണ്ടല്ലോ. കേരളത്തിന്റെ മുഖ്യമന്ത്രി അഴിമതിക്കാരനായ സോളാർ തട്ടിപ്പ് വീരൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ അധികാരത്തിൽ തുടരാൻ പാടില്ല എന്നുള്ള ഒരു മുദ്രാവാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം ഞങ്ങൾ തുടങ്ങിയത്. അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം ഇവിടെ നടന്നിട്ടുള്ള ഒരു സമരം, ആ സമരത്തിൽ ഒരു വീട്ടമ്മയായിട്ടുള്ള ഒരു സ്ത്രീ വളരെ രോഷാകുലയാകുകയാണ് ഉണ്ടായിട്ടുള്ളത്. അവരുടെ മാർഗതടസ്സം സൃഷ്ടിച്ചുവെന്ന് ആരോപിച്ചുകൊണ്ട് ഞങ്ങൾ സമരം ചെയ്യുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി രാജിവെക്കണം, മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ഈ ഭരണത്തിനെതിരായിട്ടുള്ള ഒരു സമരമാണ്. അത് കേവലം ആരെയെങ്കിലും മാർഗതടസ്സം സൃഷ്ടിക്കുന്നതിനോ ഏതെങ്കിലും വീട്ടമ്മമാരെയോ അല്ലെങ്കിൽ കേരളത്തിലെ ഒരാളിനെയും മാർഗതടസ്സം സൃഷ്ടിക്കുവാനോ അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നതിനോ വേണ്ടിയിട്ടല്ല. കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ആഗ്രഹിക്കുന്നത് പോലെ അഴിമതിക്കാരനായ ജനദ്രോഹപരമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെയാണ് ഈ സമരം ഇവിടെ നടക്കുന്നത്. അത് അതിൻ്റെതായ അർത്ഥത്തിൽ തന്നെയാണ് ഈ കേരളീയ സമൂഹം ഉൾക്കൊണ്ടിട്ടുള്ളതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. എന്നാൽ കേവലം ഒരു സ്ത്രീ ഇവിടെ ഒരു രോഷപ്രകടനം നടത്തി കഴിഞ്ഞ ദിവസം. അവരുടെ രോഷപ്രകടനത്തിൽ ഞങ്ങളൊന്നും പറയുന്നില്ല. അവരുടെ മാർഗതടസ്സം സൃഷ്ടിച്ചത് ഞങ്ങളല്ല, പോലീസുകാരാണ് അവിടെ മാർഗതടസ്സം സൃഷ്ടിച്ചിട്ടുള്ളത്. ക്ലിഫ് ഹൗസിലേക്കുള്ള വഴി ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടാക്കി കൊടുക്കുന്നത് നിയമപാലകരായിട്ടുള്ള ഇവിടുത്തെ പോലീസാണ് ചെയ്യേണ്ടുന്നത്. എന്നാൽ പോലീസ് എന്ന് പറയുന്നത് ഇവിടുത്തെ വിനീത വിധേയരാണ്. മുഖ്യമന്ത്രിയുടെയും ഭരണത്തിന്റെയും ഒക്കെ തന്നെ വിനീത വിധേയരായിട്ട് മൈലുകൾക്കപ്പുറം ഒരു സമരം വന്നു കഴിഞ്ഞാൽ തടയുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇന്നും അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് തന്നെ ഒരു വീട്ടമ്മയാണെങ്കിലും കേവലം ഒരു സ്ത്രീ ആണെങ്കിലും ആരാണെങ്കിലും ഞങ്ങൾക്ക് പറയാനുള്ളത്, സമരങ്ങൾ ചെയ്തു തന്നെയാണ് കേരളത്തിന്റെ അവകാശങ്ങൾ നമ്മൾ നേടിയെടുത്തിട്ടുള്ളത്. വീട്ടമ്മമാരെ ഉത്ബുദ്ധരാക്കാൻ പിണറായി സഖാവ് തന്നെ എത്തിയിട്ടുണ്ട്. സന്ധ്യയെ പോലുള്ളവരുടെ അരാഷ്ട്രീയവാദം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. വീട്ടമ്മമാർ ഉത്ബുദ്ധരായി. ഈ സമരം ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എത്തിച്ചേർന്നിട്ടുള്ളത് CPIM-ന്റെ കേരളത്തിന്റെ സമാദരണീയനായിട്ടുള്ള സംസ്ഥാന സെക്രട്ടറി സഖാവ് പിണറായി വിജയൻ സഖാവാണ്. ഏതെങ്കിലും ആളുകൾക്ക് ചൂടേറിയ ദൃശ്യങ്ങൾ ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടായാൽ അതിനനുസൃതമായ നിലപാടൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കില്ല. എങ്ങനെയുണ്ടായിരുന്നു മീറ്റിംഗും ധർണയൊക്കെ? ഒന്നും പറയണ്ട, മനുഷ്യ കടൽ തന്നെയായിരുന്നു. പൊതുജനങ്ങൾ കുറവാ.
നമ്മുടെ പാർട്ടിക്കാർ വണ്ടിയിൽ വന്ന് ഇറങ്ങിയപ്പോ തന്നെ മൈതാനം നിറഞ്ഞു. ഏത് നടപടിയെ ചോദ്യം ചെയ്താലും അതിന്റെ ഭാഗമായുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഉണ്ടെങ്കിൽ അതിനെ ചെറിയ തോതിലുള്ള ചില വിഷമങ്ങൾ ഉണ്ടാവും. അത് അതിന്റെ സ്വാഭാവികമായ പരിണാമമാണ്. അപ്പൊ നേതാക്കന്മാര് ആഗോളവൽക്കരണത്തിന് ജിമ്മിനൊക്കെ പിടിച്ച് കുലുക്കിയിട്ടുണ്ടാവുമല്ലോ. ഉണ്ടാവണമെന്നോ? അപ്പൊ സഖാവ് അവിടുന്ന് അല്ലേ വരണത്? അതിന് പ്രസംഗാര് കേട്ടു. ഓഫീസിന് മുന്നിൽ പിക്കറ്റിംഗ് നടത്തുന്നു. ഓഫീസ് എന്ന് പറയുന്നത് വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ആളുകൾക്ക് പോകാനുള്ള സ്ഥലമല്ലേ? പിക്കറ്റിംഗ് നടക്കുന്ന സമയം ചിലർ ഓഫീസിൽ പോകാൻ വേണ്ടി വരുന്നു എന്ന് വിചാരിക്കുക. അവർക്കപ്പോൾ കടക്കാൻ കഴിയുന്നില്ല. അത് പ്രയാസമല്ലേ? ആ പ്രയാസത്തിനാണോ മുൻതൂക്കം കൊടുക്കാറ്? ചെന്നിറങ്ങിയപ്പോ തന്നെ തങ്കമണി സഹാവ് പറഞ്ഞു, കൊടുങ്ങല്ലൂര് വരെ വന്നിട്ട് അമ്മയെ കാണാതെ പോകുന്നത് എങ്ങനെയാണെന്ന്. അമ്മ ഇവിടെ ചെറുപ്പളശ്ശേരിയല്ലേ? അത് എന്റെ അമ്മ. ഇത് കൊടുങ്ങല്ലൂർ അമ്മയുടെ കാര്യ പറഞ്ഞത്. അമ്മേ, എപ്പോഴും പോകാൻ പറ്റാത്ത സ്ഥലങ്ങളല്ലേ. ഞങ്ങൾ ചെല്ലുമ്പോഴേ നട തുറന്ന നേരം നല്ലോണം തൊഴുതു. അവിടുന്ന് ഇറങ്ങിയപ്പോ സഖാവ് മേരിക്കുട്ടിക്ക് ഒരാശ. പേരിയായിട്ട് ഒരു പള്ളി ഉണ്ടല്ലോ അവിടെ, അതൊന്ന് കാണണമെന്ന്. എല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തുമ്പം മൈക്കിലൂടെ വിളിച്ചു പറയുന്നു. എല്ലാ സഹോദരിമാരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദ്യങ്ങൾ. മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞേ, എന്നാൽ യാത്ര സുഖമായിരുന്നു. കേരളത്തിലെ വീട്ടമ്മമാർ നേരിടുന്ന പ്രത്യേകമായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സോളാർ തട്ടിപ്പ് വീരനായിട്ടുള്ള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഈ വസതിയിലേക്ക്, ഔദ്യോഗിക വസതിയിലേക്കുള്ള നമ്മുടെ മാർച്ച് ഇന്ന് നടക്കുന്നത്. ആത്മാർത്ഥ വേണം സഖാവേ, ആത്മാർത്ഥ. ഒരുപാട് സഖാക്കൾ തല്ലുകൊണ്ടും ജീവൻ കൊടുത്തും. മതി മതി, അതൊക്കെ പറയേണ്ടവർ പറയും, കേൾക്കേണ്ടവർ കേൾക്കും. നമ്മുടെ ജോലി എന്താ? അണികളുടെ ശക്തി കാണിക്കുക. അത് കാണിച്ചില്ലേ? പറഞ്ഞതൊക്കെ കേട്ട് ക്ലിഫ് ഹൗസ് ഉപരോധം ഗംഭീരമാക്കി വീട്ടമ്മമാർ. സന്ധ്യയെ പോലുള്ളവർ ഇനി അമ്മാതിരി പ്രകടനം നടത്തിയാൽ വീട്ടമ്മമാർ ഇമ്മാതിരി പ്രകടനം നടത്തുമെന്ന് മുന്നറിയിപ്പും നൽകി കഴിഞ്ഞു. ഇനി ഒരു അറിയിപ്പാണ്. ക്രിസ്തുമസ് പ്രമാണിച്ച് ക്ലിഫ് ഹൗസ് ഉപരോധത്തിന് 2 ദിവസത്തെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനിയൊരു ഇടവേളയിലേക്ക് കടക്കാം. അത് കഴിഞ്ഞ് ഉപരോധത്തെ വിലയിരുത്തൽ. ഉള്ള ആളുകളെ കാണുന്നുണ്ടല്ലോ, അത് എങ്ങനെയാണ് ഇത്ര ചുരുക്കി കാണാൻ കഴിയുന്നത്? ഒരാളിനെ ഒരാളായിട്ട് കാണണ്ടേ? രണ്ടായിട്ട് കാണണ്ട. അലമ്പാകൂത്ത്